പത്തനംതിട്ടയിലെ കലഞ്ഞൂരിലാണ് നൗഷാദും ഭാര്യ അഫ്സാനയും 2 കുട്ടികളും താമസിച്ചിരുന്നത്. നൗഷാദിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു ഇവരുടെ താമസം. പക്ഷേ കല്യാണം കഴിഞ്ഞ നാള് മുതൽ ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കാണ്. അഫ്സാന നൗഷാദിന് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. ഭർത്താവിൻ്റെ പോക്കറ്റ് കാലിയാകുന്ന കാര്യങ്ങളെ അഫ്സാനയ്ക്ക് ചോദിക്കാനുള്ളൂ. പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇവളുടെ പണി ഇതാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ എന്ന് കരുതി അന്നൊക്കെ അയാൾ എല്ലാം വാങ്ങിച്ചു ഉറക്കിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷവും ആഡംബര ജീവിതം നയിക്കാനാണ് ഈ അഫ്സാനയ്ക്ക് താല്പര്യം. പക്ഷേ പാവപ്പെട്ടവനായ നൗഷാദിനാണെങ്കിൽ ഭാര്യയെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനുള്ള കാശൊന്നും കയ്യിലില്ല. അയാൾ പിന്നീട് ഒന്നും വീണ്ടു കേൾക്കാതെയായി. ഇതോടെ അഫ്സാന നൗഷാദിൻ്റെ അടുത്ത് എന്നും പരാതിയും വഴക്കും ഒക്കെയായി. അയാളുടെ പ്രായം ചെന്ന മാതാപിതാക്കളോട് അഫ്സാന തട്ടിക്കയറാൻ തുടങ്ങി. വായിൽ തോന്നുന്നതൊക്കെ അവരെയും വിളിച്ചു വാരി പറയും. നൗഷാദാണെങ്കിൽ 2 മക്കളാകും വരെയൊക്കെ എങ്ങനെയോ അഫ്സാനയുമായിട്ട് സ്വന്തം വീട്ടിൽ തന്നെയൊക്കെ നിന്നു. പക്ഷേ അഫ്സാന ഇപ്പം മൊത്തത്തിൽ പ്രശ്നകാരിയാണ്. ഒന്ന് പറഞ്ഞ് 2ന് വീട്ടിലെ സാധനങ്ങളൊക്കെ അവൾ എടുത്തെറിഞ്ഞിട്ട് പൊട്ടിക്കും. അത്ര ഭയങ്കരിയാണ്. ഒരിക്കൽ വീടിൻ്റെ ജനാല വരെ ഒരു വഴക്കിനെ തുടർന്ന് ഇവൾ അടിച്ചു പൊട്ടിച്ചെന്നാണ് പറയുന്നത്. ഒടുവിൽ ഇനി തൻ്റെ മാതാപിതാക്കൾക്ക് ഇവള് കാരണം വല്ലതും വരുമെന്ന് കരുതി നൗഷാദ് അഫ്സാനയെയും കൂട്ടി പരുത്തിപ്പാറയിലെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്. അവിടെ താമസിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. എന്തിനാണ് ദേഷ്യം പിടിക്കുന്നതെന്ന് പോലും അഫ്സാനയ്ക്ക് അറിയില്ല. നൗഷാദ് എത്ര പ്രതികരിച്ചാലും അഫ്സാനയുടെ നാക്കും പ്രവൃത്തിയും അടക്കാൻ അയാൾക്ക് ഭർത്താവെന്ന നിലയിൽ സാധിച്ചതേയില്ല. അങ്ങനെ പോകവെയാണ് ഒരു ദിവസം നൗഷാദ് ജോലി കഴിഞ്ഞ് രാത്രി വീടെത്തുന്നത്. വീട്ടിൽ വന്നപ്പോൾ അഫ്സാനയോട് കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ദോശയാണ്. ശരി എന്ന് പറഞ്ഞ് അയാൾ തട്ടവും എടുത്ത് ദോശ ചുട്ടു വച്ചിരിക്കുന്ന പാത്രം തുറന്നു നോക്കി. അതിൽ ആകെ 3 ദോശ മാത്രമേ ഉള്ളൂ. അഫ്സാന ഇയാൾ കഴിക്കാൻ വന്നതും ദോശ ഉണ്ടാക്കലങ്ങ് നിർത്തി. ആ 3 ദോശയും എടുത്ത് അയാൾ കഴിക്കാനിരിക്കുകയാണ്. പക്ഷേ 3 ദോശ കഴിച്ചിട്ടും നൗഷാദിൻ്റെ വിശപ്പടങ്ങിയില്ല. അയാൾ ഒരു ദോശയും കൂടി ഭാര്യയോട് ചോദിച്ചു. അഫ്സാന ഇനി ദോശ ഇല്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് അകത്ത് കിടന്ന 1 വയസ്സായ കുഞ്ഞ് കരയാൻ തുടങ്ങിയത്. അഫ്സാനയോട് കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ അയാൾ പറയുകയാണ്. കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അകത്ത മുറിയിലേക്ക് അവൾ കയറി പോവുകയും വാതിലങ്ങ് അടയ്ക്കുകയും ചെയ്തു. കുറച്ചു നേരമായിട്ടും അഫ്സാന പുറത്തു വരുന്നതേയില്ല. നൗഷാദ് അടുത്ത മുറിയിൽ എണീച്ച് കിടക്കാനും പോയി. വെളുപ്പാങ്കാലമായപ്പോൾ ഇയാൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ ഭാര്യയും മക്കളും കിടന്ന ആ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അയാൾ അവിടെ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. രാത്രി കുഞ്ഞിന് പാല് കൊടുക്കാൻ കയറി വാതിലടച്ചവളാണ് ഇപ്പോൾ ആ മുറിയിൽ ഭർത്താവ് കണ്ടത് വളരെ ഞെട്ടിക്കുന്നൊരു കാഴ്ച. നൗഷാദിന് കാണേണ്ടി വന്നത് എന്താണ്? പിന്നീട് അയാൾ എന്താണ് ചെയ്തത്? ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നൗഷാദും അഫ്സാനയും അടിയും പിടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ഒരു ദിവസം രാവിലെ നാട്ടുകാർ ആ ഞെട്ടിക്കുന്ന വാർത്തയാണ് അറിയുന്നത്. നൗഷാദിനെ കാണാനില്ല. അതും അഫ്സാന പറഞ്ഞല്ല നാട്ടുകാർ അറിയുന്നത്. നൗഷാദിൻ്റെ ഉമ്മ സെയ്തു ബീവിയും ഉപ്പ അഷ്റഫും പറഞ്ഞിട്ടാണ് നാട്ടുകാരൊക്കെ അറിയുന്നത്. അവർ നൗഷാദുമായിട്ട് അല്ലറ ചില്ലറ പിണക്കത്തിലൊക്കെ ആയിരുന്നു ഈ മാതാപിതാക്കൾ. എല്ലാം ഈ അഫ്സാനയെ നൗഷാദ് കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ്. പക്ഷേ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ മകനെ ഈ മാതാപിതാക്കൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ അവനെപ്പറ്റി ഒരു വിവരവും ഇല്ല. നൗഷാദുമായിട്ട് അടുത്ത് പരിചയമുള്ളവരും ഒപ്പം ജോലി ചെയ്യുന്നവരും ഒന്നും ഇയാളെ കണ്ടിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഫോണിലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും അല്ലേ, അവർ എത്രയെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. അവർ മകനെ അന്വേഷിച്ച് ഈ അഫ്സാനയുടെ അടുത്തെത്തി. അവൾ കൈമലർത്തിയിട്ട് പറയുകയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അങ്ങേര് എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞേകൂടാ. ഇതാണ് ഇപ്പോൾ ഈ അഫ്സാന അവരോട് പറയുന്നത്. ആ മാതാപിതാക്കൾ കൂടൽ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി. മകനെ ദിവസങ്ങളായിട്ട് കാണാനില്ല എന്നും പറഞ്ഞ് അവരൊരു പരാതിയും കൊടുത്തു. പോലീസ് ഈ പരാതിയെ തുടർന്ന് ആ വാടക വീട്ടിലെത്തി അഫ്സാനയോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. നാട്ടുകാരോടും അന്വേഷിച്ചു.
നാട്ടുകാർ പറഞ്ഞത് എന്നും ഈ വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെയാണ്. കാരണം എന്തെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഈ വീട്ടിൽ നിന്നും രാത്രി ഭയങ്കര ബഹളവും ഒക്കെ കേട്ടു. പോലീസ് നൗഷാദിനെ കണ്ടുപിടിക്കാൻ നല്ലോണം ശ്രമിക്കുകയാണ്. പക്ഷേ യാതൊരു ബലവും ഉണ്ടായില്ല. എന്നാലും നൗഷാദിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് മകനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ച് ഇങ്ങനെ കയറി ഇറക്കം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1.5 വർഷം കഴിയുകയാണ്. അഫ്സാന ഈ 2 മക്കളും ഒത്ത് ആ വാടക വീട്ടിൽ തന്നെയാണിപ്പോൾ. അപ്പോഴാണ് കൂടൽ പോലീസ് സ്റ്റേഷനിലെത്തിയ DYSP പഴയ കേസ് ഫയലൊക്കെ നോക്കിയ ശേഷം നൗഷാദിൻ്റെ കേസ് തിരക്കുന്നത്. ഒരറിവും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് മറ്റു പോലീസുകാർ പറഞ്ഞു. കേസ് അന്വേഷിച്ച CI ഒരു സംശയം ആ DYSPയോട് പറയുകയാണ്. നൗഷാദിനെ കാണാതായിട്ടും ഭാര്യ ഇതുവരെയും ഒരു പരാതിയുമായിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഭർത്താവിനെ കാണാതായ വിഷമവും ഉത്കണ്ഠയോ ഒന്നും അവളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഞങ്ങൾക്ക് തോന്നിയതുമില്ല. ഇതേ സംശയമാണ് ഈ നാട്ടുകാർക്കും ഇപ്പോഴുള്ളത്. വളരെ ഹാപ്പി ആയിട്ട് അഫ്സാന എന്തോ ഒരു ചെറിയ ജോലിക്കൊക്കെ പോയി മക്കളെയൊക്കെ നോക്കി ജീവിക്കുന്നുണ്ട്. 2 കൊല്ലം ആകാൻ പോകുന്നു ഭർത്താവിനെ കാണാതായിട്ട്. നൗഷാദിൻ്റെ മിസ്സിംഗ് കേസ് വീണ്ടും പോലീസ് പൊടുതട്ടി എടുക്കുകയാണ്. എന്തായാലും ഇത് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അഫ്സാനയോട് വീണ്ടും ഓരോന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിച്ചു. അവസാന കേസ് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ എന്താണോ അവൾ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറഞ്ഞു, എനിക്കറിയില്ല. പോലീസ് ഇങ്ങനൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കി അഫ്സാനയെ അങ്ങ് പൊക്കി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യലായി. രക്ഷയില്ല. അവൾ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നെ പോലീസ് അവരുടെ തനി ക്വസ്റ്റ്യൻ ചെയ്യലിലേക്ക് കടക്കുകയാണ്. അതിൽ അഫ്സാനയെ പോലൊരു പെണ്ണിന് ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല. കാണാതാകുന്നതിൻ്റെ തലേന്ന് രാത്രി ചില അനിഷ്ട സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നതായി നാട്ടുകാർ ചിലരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതും കൂടി പറഞ്ഞാണ് പോലീസ് കടുത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നത്. അഫ്സാന ശരിക്കും വെള്ളം കുടിച്ചെന്ന് വേണം പറയാൻ. പിന്നീട് അവളുടെ വായിൽ നിന്നും ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വീണു. സാറേ, അയാളെ കാണാതായതല്ല, ഞാൻ കൊന്നു കുഴിച്ചു മൂടിയതാണ്. പോലീസ് ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഒരു കൂസലുമില്ലാതെയാണ് അഫ്സാന പറഞ്ഞത്. അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാനത് ചെയ്തു. സത്യമാണ് സാറേ, ഞാൻ വീടിൻ്റെ പുരയിടത്തിൽ അവനെ കുഴിച്ചു മൂടി. പോലീസ് ഒട്ടും താമസിച്ചില്ല, അവളെയും കൊണ്ട് നേരെ ആ വീട്ടിലെത്തുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഈ വാടക വീട് ഒരു വലിയ പുരയിടത്തിൻ്റെ നടുക്കാണ്. അഫ്സാന കാണിച്ച ആ വശത്തോട്ട് പോലീസ് കുഴിക്കാൻ തുടങ്ങി. നൗഷാദിൻ്റെ ബോഡി അവിടെ എങ്ങുമില്ല. അപ്പോഴാണ് അഫ്സാനയ്ക്ക് ഓർമ്മ വന്നത്. സാറേ, ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്, മുറിക്കകത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട് ഞാൻ. പോലീസ് മുറിക്കകത്ത് മാന്താൻ തുടങ്ങി. അവിടെയും ഇല്ല. എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് അഫ്സാന കിളി പോയതുപോലെ പറയുന്നത്, അടുക്കളയിലാണെന്ന് തോന്നുന്നു. പോലീസ് അവിടെയും കുഴിച്ചു. ഇല്ല, നൗഷാദിൻ്റെ ശരീരം അടുക്കളത്തറയിലും ഇല്ല. ഒടുവിൽ പോലീസ് ചോദ്യം കടുപ്പിച്ചപ്പോഴാണ് അഫ്സാന പറയുന്നത്, അത് 2 വർഷം ആവുന്നില്ലേ, ഞാൻ മറന്നുപോയതാണ്. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് ഓർമ്മ വന്നു. സെപ്റ്റി ടാങ്കിൽ കൊണ്ട് ഞാൻ അങ്ങ് തള്ളി. അവിടെയും പരിശോധിക്കുകയാണ്, അവിടെയും ഇല്ല. ഇതെല്ലാം പല ദിവസങ്ങളായിട്ട് പോലീസ് ഈ അഫ്സാനയും കൊണ്ടുവന്ന് ചെയ്യുന്ന പരിപാടിയാണ്. ഇവള് പറയുന്നിടത്തെല്ലാം മാന്തലും കുഴിക്കലുമായിട്ട്. ഒടുവിൽ സകല കൺട്രോളും പോയ പോലീസിനോട് അഫ്സാന പറയുകയാണ്, ഇനി ഞാൻ ശരിക്കുള്ള സ്ഥലം പറഞ്ഞു തരാം. ഞാൻ അയാളെ കൊന്ന് എനിക്ക് പരിചയമുള്ള ഒരാളുടെ പെട്ടിയാട്ടോ വിളിച്ച് അതിൽ കയറ്റി അപ്പുറത്തെ പുഴയിലോട്ട് കൊണ്ടങ്ങ് തള്ളി. പോലീസ് സംഘം നേരെ പുഴയിലോട്ട് പോയി. മുങ്ങൽ വിദഗ്ധരെയൊക്കെ കൊണ്ടുവന്ന് പുഴയിൽ നൗഷാദിന് വേണ്ടി തിരച്ചിൽ നടത്തി. മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. അഫ്സാന വിളിച്ചെന്ന് പറഞ്ഞ ആ പെട്ടി ഓട്ടോയുടെ ഡ്രൈവറെയും പൊക്കി. അയാൾ കരഞ്ഞ് കാല് പിടിച്ച് പറയുകയാണ്, പൊന്നു സാറേ, എന്നെ ഈ സ്ത്രീ വിളിച്ചിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. ഇവരെ എനിക്ക് പരിചയമുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി ഒന്നും എനിക്കറിയില്ല. പിന്നെ പറയണ്ടല്ലോ, ദിവസങ്ങളായി പോലീസിനെ വട്ടം കറക്കിക്കൊണ്ട് നടന്ന അഫ്സാനയോട് വളരെ മോശമായ രീതിയിൽ തന്നെ പോലീസ് അങ്ങോട്ട് പെരുമാറുകയാണ്. ചീത്ത വിളിച്ചും വനിതാ പോലീസിനെ കൊണ്ട് മർദ്ദിച്ചും ഒക്കെ അവരങ്ങോട്ട് ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ് നിർത്താതെ. അപ്പോഴെല്ലാം പുതിയ പുതിയ സ്ഥലങ്ങൾ അഫ്സാന ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പറമ്പിൽ വരെ കുഴിച്ചിട്ടെന്നായി അവൾ.
പിന്നീട് പോലീസ് നൗഷാദിൻ്റെ ഫോട്ടോയും കാണാനില്ല എന്ന പരസ്യമൊക്കെ ഡെയിലി ഇങ്ങനെ പത്രത്തിലും ടി വിയിലെ ന്യൂസ് ചാനലിലും ഒക്കെ കൊടുത്തു. ഭർത്താവിനെ ഭാര്യ കൊന്നു കുഴിച്ചു മൂടിയെന്ന് സംശയം എന്നൊക്കെയാണ് ന്യൂസ് ചാനലിലൊക്കെ പത്രത്തിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന വാർത്ത. അപ്പോഴാണ് ഭാര്യ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ നൗഷാദിനെ പോലീസ് ജീവനോടെ കൊണ്ടുവരുന്നത്. സകലരും ഞെട്ടി. നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ നൗഷാദിൻ്റെ ആ വരവ് കാണാൻ DYSPയുടെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വിവരം അറിഞ്ഞ് അഫ്സാനയാണ് ശരിക്കും ഞെട്ടിയത്. 2 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇങ്ങനെയാണ്. ഈ നൗഷാദ് അന്ന് രാത്രി ജോലിയും കഴിഞ്ഞ് വീടെത്തി. വീട്ടിലെത്തിയ അയാൾ അടുക്കളയിൽ ചെന്ന് അഫ്സാനയോട് കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ദോശയുണ്ടെന്ന്. നൗഷാദ് പാത്രമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ 3 ദോശ ചുട്ട് അടച്ചു വച്ചിരിക്കുന്നത് കണ്ടു. അയാൾ ആ 3 ദോശ എടുത്ത് കഴിക്കായിരുന്നു. ആ സമയം അഫ്സാന ദോശ ഉണ്ടാക്കാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. 3 എണ്ണം കഴിച്ചിട്ടും വിശപ്പ് മാറാതെ നൗഷാദ് എക്സ്ട്രാ ഒരു ദോശയും കൂടി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവൾ ദോശ ചുടക്കം അങ്ങോട്ട് നിർത്തിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ പോക്കാണ്. അകത്ത മുറിയിൽ അപ്പോഴത്തേക്ക് ഈ 1 വയസ്സായ ഇളയ കുഞ്ഞും 3 വയസ്സായ മൂത്ത കുഞ്ഞും കിടന്ന് നല്ല ഉറക്കമാണ്. ഇതിൽ ഇളയ കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അഫ്സാന മൈൻഡേ ചെയ്യുന്നില്ല കുട്ടി കരഞ്ഞിട്ടും. നൗഷാദ് കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ അവളോട് പറഞ്ഞു. ഇതും പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ട് വഴക്കായി. ദേഷ്യം വന്ന നൗഷാദ് മര്യാദയ്ക്ക് ഇത് തിന്നാൻ പോലും നീ എന്നെ സമ്മതിക്കില്ലേ എന്നും പറഞ്ഞ് തിന്നുകൊണ്ടിരുന്ന തട്ടം വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റു. അഫ്സാന കലി കയറി അകത്ത മുറിയിൽ കിടന്നുറങ്ങിയ മൂത്ത കൊച്ചിനെ ചവിട്ടി ഉണർത്തിയിട്ട് വാതിലടയ്ക്കുകയാണ്. നൗഷാദ് പിന്നെ നേരെ മറ്റൊരു മുറിയിൽ കയറി അങ്ങോട്ട് കിടക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഫ്സാന ആരെയോ ഫോണിൽ വിളിച്ച് നൗഷാദിൻ്റെ കുറ്റങ്ങൾ എന്തൊക്കെയോ പറയുന്നത് അയാൾ കേൾക്കുകയാണ്. എന്നിട്ടും അയാൾ മിണ്ടാതെ അവിടെ തന്നെ കിടന്നു. പിന്നെ ഒരു അനക്കവുമില്ല അഫ്സാനയുടെ മുറിയിൽ നിന്നും. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നൗഷാദ് കാണുന്നത് 10-20 പേര് ആ വീട്ടിലോട്ട് ഇടിച്ചു കയറി വരുന്നതാണ്. പിന്നെ ഈ നൗഷാദിനോട് ചോദ്യവുമില്ല പറച്ചിലുമില്ല. മാറി മാറി വന്നവന്മാർ അയാളെ അങ്ങോട്ട് എടുത്തിട്ട് അലക്കിയെന്നോണം പറയാൻ. അവശനായ അയാളെ അവിടെ ഇട്ടിട്ട് വന്നവന്മാർ സ്ഥലം വിടുകയും ചെയ്തു. എപ്പോഴോ നൗഷാദ് വെളുപ്പാങ്കാലം ആയപ്പോൾ ഒരുവിധം എഴുന്നേറ്റ് ഭാര്യയും മക്കളുമൊക്കെ കിടന്ന് ആ മുറി തുറന്ന് നോക്കിയപ്പോൾ അവിടെ കുറേ തുണികളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അഫ്സാനയും മക്കളും ആ വീട്ടിലെങ്ങുമില്ല. ഇനി ഇവിടെ നിന്നാൽ തൻ്റെ ജീവന് തന്നെ ആപത്തെന്ന് മനസ്സിലാക്കിയ നൗഷാദ് എങ്ങനെയോ തൊടുപുഴയിലോട്ടെത്തി. അവിടെ ഒരു കൃഷിത്തോട്ടത്തിൽ ആരുടെ കയ്യും കാലും പിടിച്ച് അവിടുത്തെ ജോലിക്കാരനായിട്ട് ഒളിച്ച് താമസിക്കുകയാണ്. ഫോണെല്ലാം അയാൾ പാടെ ഉപേക്ഷിച്ചു. ആരും തന്നെ തേടി വരാതെ ജീവനും കൊണ്ട് അയാൾ അവിടെ അങ്ങ് കൂടി. ഈ ബഹളം ഒന്നും അയാൾ അറിയുന്നില്ല. നാട്ടിൽ നടക്കുന്ന ബഹളം ന്യൂസ് കണ്ട ഒരാളാണ് തൊടുപുഴ DYSP ഓഫീസിൽ വിളിച്ചിട്ട് നൗഷാദ് ഇവിടെ ജോലി ചെയ്യുന്ന വിവരം അറിയിച്ചത്. അഫ്സാന രാവിലെ വീട്ടിൽ വന്ന് ഈ രാത്രത്തെ അടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ ഇയാൾ അവിടെ എങ്ങും കണ്ടില്ല. അപ്പോൾ ഇയാൾ മരിച്ചു കാണുമെന്ന് അവൾ അങ്ങ് വിശ്വസിച്ചു. പിന്നീട് ജാമ്യത്തിലൊക്കെ ഇറങ്ങിയ അഫ്സാന പോലീസ് മൃഗീയമായി തന്നെ ഉപദ്രവിച്ചെന്നും നൗഷാദ് മദ്യപിച്ച് തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും അതിനുള്ള കലി കയറിയിട്ടാണ് താൻ അയാളെ ആൾക്കാരെ വിട്ട് ഉപദ്രവിച്ചതെന്നാണ് പറഞ്ഞത്. നൗഷാദ് തൻ്റെ 2 ആൺമക്കളെയും തനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അഫ്സാന പോലീസിനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.